ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ വിച്ച് ക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ MRSBൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, നമുക്ക് ബിഗ് ജോസ് വിളിച്ചിരുന്നു. ഇങ്ങനെ ചാൻസ് ഉണ്ട് പറഞ്ഞിട്ട് 2 പേർക്കാണ് ചാൻസ് തന്നെ, അതിൽ ഒരാൾ നമ്മളാണെന്ന്. അപ്പോൾ നമുക്കൊന്ന് പോയോക്കാം. ഞാനിപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇൻട്രോ എടുത്തിട്ട് നമുക്കൊന്ന് പോയോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ വഴി. നമുക്ക് കുറച്ചുകൂടി മുമ്പ് കടന്നു നോക്കാം. അതോ ഒരു വെള്ള ബിൽഡിങ് കാണുന്നു, ഇതാ തോന്നുന്നു. ഇത് തന്നെയാണ്. നോക്കാം, ബിഗ് ജോസ് സീസൺ 6 എഴുതിയിട്ടുണ്ടോ. ഇത് വലിയൊരു ഗ്ലാസിൻ്റെ ബിൽഡിങ് ആണ്. വെൽക്കം ടു ബിഗ് ജോസ് സീസൺ 6. ഓക്കെ, താങ്ക് യു ബിഗ് ജോസ്. ബോറടിച്ചേക്കാം. വിച്ച് ക്രാഫ്റ്റ് ബിഗ് ജോസ് ഹൗസിലേക്ക് സ്വാഗതം. വിച്ച് ക്രാഫ്റ്റ് ബിഗ് ജോസിൽ കുറച്ച് റൂൾസ് ഉണ്ട്, അത് താങ്കൾ പാലിക്കണം. ഒന്നാമത്തെ റൂൾ, താങ്കൾ ആരോടും തല്ലുണ്ടാക്കാൻ പാടില്ല. രണ്ടാമത്തെ റൂൾ, താങ്കൾ വേണ്ടാത്ത വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഈ റൂൾസിൽ താങ്കൾ എന്തെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാൽ ബിഗ് ജോസ് ഹൗസിൽ നിന്ന് പുറത്താകും. താങ്കൾക്ക് വേണ്ട സാധനങ്ങൾ ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട്, താങ്കൾ പോയി എടുക്കുക. അപ്പോൾ ഗായ്സ്, നമുക്ക് നമ്മളെ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എടുക്കാം. ആർമർ ഉണ്ട്, ബ്രെഡ്, പൊട്ടാറ്റോ, ബീഫ്, ചിക്കൻ, സീഡ്, പിന്നെ ടൂൾസും 2 ബെഡുമാണ്. ഓക്കെ, താങ്ക് യു. ഓ, ആർമർ എന്തിനാവാ? തല്ലൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. വിച്ച് ക്രാഫ്റ്റ് മീറ്റിംഗ് ഹാളിലേക്ക് വരിക. അപ്പോൾ ഗായ്സ്, നമ്മളെ ഉള്ളിൽ കയറിക്കണം. മീറ്റിംഗ് റൂം കളിച്ചുക്കണം. മീറ്റിംഗ് റൂം ഇതാ തോന്നണു. നമുക്ക് പോയേക്കാം. മീറ്റിംഗ് റൂമിൽ എടാ കുട്ടാ, എടാ 100 ദിവസത്തെ കാലേ പൊന്നെ നാട്ടിക്ക് ടൂർ പോകാന്. ഇതാണല്ലോ എന്റെ ബിഗ് പറഞ്ഞോ. ഇജ് പോയി എന്നോട് വിളിച്ചതേ. ബിഗ് ജോസിനെ വിളിച്ചു. എടാ സണ്ണിക്കുട്ടാ, കേരളത്തിൽ പോയപ്പോ ഞാൻ ചെറുതായി ഇന്ന് കടന്നുറങ്ങാൻ വന്നതാ, വേറൊന്നുമല്ല. കടന്നുറങ്ങാൻ ബിഗ് ജോസിലാണല്ലോ വരിക. എനിക്ക് സ്വന്തം അവിടെ $1 million മാൻഷൻ കടന്നിട്ട് ഇവിടെയാണല്ലോ കടന്നത്. എവിടെ കടക്കല്? ബസ്സും ചെറുതായി ഇവിടെ നിർത്തി, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ബിഗ് ജോസ് എന്താ പറയുന്നുണ്ട്? നിങ്ങൾ 2 പേരും പരിചയപ്പെട്ട ശേഷം നിങ്ങൾ ബിഗ് ജോസ് ഹൗസ് ഒന്ന് ചുറ്റി കാണുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് 2 പേർക്കും വേറെ വേറെ ആയിട്ടാണ് സ്ഥലങ്ങളുണ്ട്. അവിടെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പറ്റുക. ലൈറ്റ് നിന്റെ സ്ഥലം എന്നാ കജ്ജമാല കൊത്തും. ആർമർ വേണമെങ്കിൽ ആർമർ ഉണ്ടല്ലോ, ആർമർ ഇടട്ടെ. ആർമർ ഉണ്ടല്ല, തല്ലാൻ വരികയുള്ളൂ. സീനായാലും തച്ചാൽ ബിഗ് ബോസ് ഇന്നെ പുറത്താക്കും. ഫസ്റ്റ് ഇത് ബെഡ് എങ്ങനെ വന്ന് തല്ലാൻ വരിക. ജസ്റ്റിസ് ഇപ്പൊ തച്ചി കൂട്ടിയിരുന്നു. പാവം. എടാ കൈത അല്ല നമസ്കാരം. ബിഗ് ബോസ് നോക്കൂ, എന്നെ കളിയാക്കുന്നു. ഓ കൂടുവാ. ബിഗ് ബോസ് ഇത് നോക്കൂ, റാഷിക്കിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ചത്തിരിക്കുന്നു. ആണോ? എടാ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, വന്ന് നോക്ക്. തല്ലുണ്ടാക്കൽ പിന്നെ കണ്ണുണ്ട് കേട്ടോ, എനിക്കും കണ്ണുണ്ട്. തല്ലടാ. ഇജ്ജാണ് ആണി തല്ലടാ. ഞാൻ തല്ലും.
ഞാനും തല്ല എനിക്ക് അറിയാത്തന്നെ ബിഗ് ജോസ്. ഞാനും ഇതാച്ചിനെ ആവല്ലോ. ഇപ്പൊ ബിഗ് ബോസിനൊക്കെ വലിയ ആളായിരുന്നു. ഒരാളിപ്പോ പാടാവുന്നുള്ളൂ. എന്തിനാ അങ്ങനെ ഇവിടെ കുഴിച്ചിട്ടിട്ട് പോലെ തൈക്കട്ടാലോ ശരിയായത്. ബിഗ് ജോസ് ഇവനെ എങ്ങനെയെങ്കിലും അടക്കി നിർത്തണം, അല്ലെങ്കിൽ എന്റെ കൺട്രോൾ പോകുന്നുണ്ട്. അപ്പോൾ ഗായ്സ് സാധാരണമാതിരി വോയിസ് കട്ടായി ഞങ്ങൾ രണ്ടാളത്. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ എന്ത് ചെയ്തു, ബിഗ് ജോസിനോട് പോയി ജസ്റ്റ് ചോദിച്ചു ഞങ്ങൾക്ക് ഞങ്ങളെ സാധനങ്ങൾ സ്റ്റോർ ചെയ്തേക്കാൻ. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആവശ്യപ്പെട്ട സാധനം അടുത്ത ടാസ്കിൽ തരുമ്പോൾ അതിൻ്റെ കൂടെ തരാം. അപ്പോൾ ഗായ്സ് അത്രയുള്ള നമ്മളെ ബിഗ് ജോസ് വിശേഷങ്ങൾ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്ത MRSB കാണുന്നവരെ ടേക്ക് കെയർ.